നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറഞ്ഞില്ലേ, ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും ചിലപ്പോൾ വിഷമുണ്ടാകും എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ ഈ ഗ്രഹണമൊക്കെ അടുത്ത് കഴിയുമ്പോൾ വിഷമില്ലാത്ത ഏതൊരു വസ്തുവിനും വിഷമുള്ളതായി നമുക്ക് തോന്നും എന്നല്ലെങ്കിൽ വിഷമുള്ളതായി മാറും എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പരിതസ്ഥിതിയും രാഷ്ട്രീയ അവസ്ഥകളും വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പല ഞാഞ്ഞൂലുകൾക്കും വിഷം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മുതിർന്ന IAS അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകാൻ നിൽക്കുന്ന പല IAS ഉദ്യോഗസ്ഥരും വിരമിച്ച IAS ഉദ്യോഗസ്ഥരും അടക്കം പലരും സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ചില സമീപനങ്ങളുണ്ടായി. എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ സംഭവിക്കുന്നത്? സ്വാഭാവികമാണ്. കാരണം ഇവിടെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും തുടർന്ന് വരുന്ന 2026 UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇവിടെ കേരളത്തിൽ അധികാരമേൽക്കും എന്നും വിചാരിച്ച് വശം കെട്ടിരിക്കുന്ന ഒരുപറ്റം നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഒരുപറ്റം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ചില മാറ്റങ്ങളിലേക്ക് പോകുന്നത്. നമുക്കറിയാം, സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ പലപ്പോഴും പല വർഗീയ നിലപാടുകൾ സ്വീകരിച്ച TP സെൻകുമാർ എന്ന് പറയുന്ന പോലീസ് IPS ഉദ്യോഗസ്ഥൻ ഇന്ന് നിൽക്കുന്നത് ഏത് പാളയത്തിലാണ് എന്ന് നമുക്കറിയാം. കമാൽ പാഷ എന്ന് പറയുന്ന ഒരു നീതി ഒരു ജസ്റ്റിസ് ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഏത് പാളയത്തിലാണ് എന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രീലേഖ IPS എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിച്ചിട്ട് നിൽക്കുന്ന ശ്രീലേഖ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അവരെപ്പോഴും നിൽക്കുന്നത് ഒരു സംഘി കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആണ് എന്ന്. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയം അവരവിടെ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം അവതരിപ്പിക്കുകയും പിന്നീട് വിരമിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന ഒരു സാമാന്യ സ്വഭാവം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ഉദ്യോഗസ്ഥരെ വല്ലാണ്ട് വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നമുക്ക് മറ്റൊരു വിവരം അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഒരു നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടൊക്കെ ഇരുന്ന ബിജു പ്രഭാകർ KSRTCയുടെ CMD, അതോടൊപ്പം തന്നെ വൈദ്യുതി വിഭാഗത്തിലുമൊക്കെ ഇരുന്ന ഒരാളുണ്ട് ബിജു പ്രഭാകർ. ആ ബിജു പ്രഭാകറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, കഴിഞ്ഞ ദിവസം അതേ ഒരു പുസ്തകം ഇറക്കുന്നു, അഴിമതികളെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി പുസ്തകം. മനോരമ അതിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുകയും അവിടെ ഇൻ്റർവ്യൂ അടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് വരികയും ഒക്കെ ചെയ്തു. നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ബിജു പ്രഭാകറിന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, കായംകുളത്തുള്ള ഒരു വളരെ പ്രധാനിയായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ് തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് ബിജു പ്രഭാകർ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഒരു കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അശോക് എന്ന് പറയുന്ന പുതിയ വിവാദ പുരുഷനുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ അവിടെ കിഫ്ബിയായി ബന്ധപ്പെട്ടുകൊണ്ടും കിഫ്കോണുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചിരിക്കുന്ന വലിയ ബാധ്യതകളെക്കുറിച്ചും സർക്കാർ എന്തോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയും അതോടൊപ്പം ഇടതുപക്ഷ സർക്കാരിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിവുകെട്ട ഒരാളാണെന്നും ഒരു പദ്ധതി പോലും വേണ്ട രീതിയിൽ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരാളാണ് എന്ന അടക്കമുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ അശോക് കുമാർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്. കാരണം ഇവിടെ ഒരു ഭരണം മാറി വരാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന UDF ആണല്ലോ. അപ്പോൾ UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ UDF പറയുന്ന വഴിക്ക് അല്ലെങ്കിൽ UDFിൻ്റെ കാല് നക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി പിണറായി വിജയനെ കുറ്റം പറഞ്ഞാൽ മാത്രമേ തനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു തോന്നലൊരു പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം ഇതുമായി ഒരു വലിയ ഒരു വാചകമുണ്ട്. അതായത് പറഞ്ഞെന്താ, ജനങ്ങളോട് ഇതുപോലെ നിരാശ സൃഷ്ടിച്ച, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോടും നീതി പുലർത്താത്ത ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്കും ക്രൂരനാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പബ്ലിക് സർവീസ് ജീവിതത്തിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, ഇതുപോലെ നിരാശ സൃഷ്ടിച്ച, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, നിസ്സംഗനായിട്ടുള്ള, അതോടൊപ്പം നീതി പുലർത്താത്ത, ജനങ്ങളുടെ ഒരു ആവശ്യത്തോടും നീതി പുലർത്താത്ത ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വ്യക്തിയുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ.
അങ്ങനെ ആയിരുന്നോ പിണറായി വിജയൻ എന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട UDF മന്ദത തലക്കി പിടിച്ചുള്ളവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കേരളത്തിൽ ഇതുവരെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഫലം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പറ്റം ജനങ്ങളോട് ചോദിച്ചാൽ പിണറായി വിജയൻ അങ്ങനെ ഒരു നേതാവായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പോയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡിസാസ്റ്ററുകളും ദുരന്തങ്ങളെയും അതിജീവിക്കാൻ നമുക്കൊരു പക്ഷേ കഴിവ് നൽകിയ, അല്ലെങ്കിൽ അതിജീവിക്കാൻ നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവായിട്ട് തന്നെയാണ് പിണറായി വിജയനെ കാലം അടയാളപ്പെടുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ടാകും. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുകയും ജോലിയും പണവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് പോലും നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റിൻ്റെ രൂപത്തിൽ ആഹാര സാധനങ്ങൾ എത്തിച്ചു തന്ന ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ്. കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഒരുപക്ഷെ മരണപ്പെട്ടു പോകുമായിരുന്ന ആ സാഹചര്യത്തിൽ പോലും എല്ലാ വകുപ്പുകളെയും വേണ്ട രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ആരോഗ്യ സുരക്ഷ വരുത്തിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണെന്നേ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ പറയുന്ന അശോക് തന്നെ, അശോക് IAS തന്നെ, അദ്ദേഹം അതിനു മുൻപ് ഏകദേശം 2026-21 കാലഘട്ടങ്ങളിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ആ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്ത്യ ടുഡേയിലോ മറ്റോ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഏതൊരു പദ്ധതി, നമ്മുടെ ഹൈവേ വികസനം സാധ്യമായതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് നമുക്കറിയാം. കൂടംകുളം വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ഈ അശോക് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏത് കാര്യവും കൃത്യമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് പിണറായി വിജയനെ അശോക് അതിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹീ ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഈ വാചകങ്ങൾ പറഞ്ഞ അശോക് എന്ന് പറയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കണ്ടപ്പോഴുണ്ടായ ഒരു മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെക്ടക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്റ്റ്, ഫോളോ അപ്പ് ടു കൊച്ചി മെട്രോ, അദാനി പോർട്ട്, വെരി ഗുഡ് ക്രൈസിസ് മാനേജർ, വെരി ഗുഡ് എക്സിക്യൂട്ടർ. എനിക്ക് ഏറ്റവും അടുത്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൂടംകുളം പവർ ഹൈവേ, സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു ബട്ട് എ പേഴ്സൺ ലൈക്ക് പിണറായി വിജയൻ. കേരള ഗവൺമെൻറ് പ്രൊജക്ട്, അതിൽ ഒരുപാട് ഡിസൈസീവ് ടെൻസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായ ഒരു ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൾട്ടി മില്യണറായിട്ടുള്ള ഒരാളുടെ പ്രോപ്പർട്ടി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ എടുത്ത ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ്, ഇത് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് കാണണം എന്ന് പറയുന്നു, അദ്ദേഹവുമായി കൂടിക്കാഴ്ച. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണണം എന്നുള്ള നിലയിൽ അദ്ദേഹം വിവരം ഈ പറയുന്ന മൾട്ടി മില്യണറെ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ചുമതലക്കാരനായിരുന്നു അശോക്. അങ്ങനെ പിണറായി വിജയൻ ഇവിടേക്ക് വരുന്നു. പിണറായി വിജയനെ കാണാനായി വരുന്ന സമയത്ത് അപ്പം ഈ പറയുന്ന അശോക് വന്നിട്ട് ചോദിക്കുന്നു, CM നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ അദ്ദേഹം സമയം ചോദിച്ചിരിക്കുന്നു, അനുവദിക്കാമോ എന്ന് ചോദിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും അനുവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയും ആ ആളുമായി കൂടിക്കാഴ്ച ഒരുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. വെറും ഒറ്റ വാക്കിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതോടുകൂടി ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിനി എന്താണ് വേണ്ടത് എന്ന് ആ വ്യവസായിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പിണറായി വിജയനോടൊപ്പമുള്ള ഒരു ഫോട്ടോ മാത്രം മതി എന്നാണ് ആവശ്യപ്പെട്ടത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതോടുകൂടി ആ പദ്ധതി നടപ്പിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കി കാണിച്ച ഒരു ഒരു വളരെ കൃത്യമായി ഒരു പ്രോജക്റ്റിനെ നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണെന്ന് ഈ പറയുന്ന അശോക് തന്നെ ഒരു ഘട്ടത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, അശോക്. അപ്പോൾ ഇപ്പോഴെന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹം പറയുന്നത്? തീർച്ചയായും മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയനെ ഇനി കുറ്റം പറയണം. പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് നാളെ അധികാരത്തിലേക്ക് കയറാൻ പോകുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ നേതാക്കന്മാർ നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കണം. അത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് വേറൊരു കെണി കൂടി കിടപ്പുണ്ടെന്നേ. ഇപ്പം നിലവിൽ ഒരു സർക്കാരിൻ്റെ പണവും പേറിക്കൊണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം പറ്റിക്കൊണ്ട് അതേ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷനിലാണ്. അത് വേറൊരു കാര്യം. ചട്ടവിരുദ്ധമായ നടപടി നടത്തി, അനുമതി ചോദിക്കാതെ ആവശ്യമില്ലാതെ മാധ്യമങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പം ഈ വരുന്ന ആൾ നാളെ
UDF അധികാരത്തിൽ കയറുന്ന ഒരു കാലഘട്ടത്തിൽ അതിനകത്ത് ഇരുന്നു കൊണ്ട് ഇതേ പണി തന്നെ നാളെയും ബി അശോക് കാണിക്കില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും UDF നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാവും. തൽക്കാലം UDF ഇപ്പോൾ ഈ പറയുന്ന ബി അശോക് എന്ന് പറയുന്ന ഈ ഒരു IAS ഉദ്യോഗസ്ഥനെ തൽക്കാലം പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. ഇത് കഴിഞ്ഞാൽ പോകെ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവുകയും അശോക് എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ മന്ത്രിസഭയെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചും ആ UDFകാർക്ക് ബോധമുണ്ട് എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. തന്നെയുമല്ല, കൂട്ടത്തിൽ ഇനത്തിൽ കുത്തിയുള്ള ശീലമുള്ള കോൺഗ്രസ്സുകാർക്ക് ഇതൊരു വലിയ പാഠവും കൂടിയാണ് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അശോകിനെ UDF അധിക കാലമൊന്നും സർവീസിൽ വെച്ച് പൊറുപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇനിയിപ്പോൾ എത്ര കാലം നക്കിയാലും. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ ഉണ്ടാകണമെന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ശിഷ്ടകാലം ജീവിച്ച് പ്രവർത്തിച്ച് തീർക്കണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയും ഈ കാലുനക്കൽ അല്ലെങ്കിൽ കാലുതിരുമൽ തുടർന്നോളൂ എന്ന് പറയാൻ മാത്രമേ ഇവിടെ കഴിയുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.